ലച്ചു ചേച്ചി നിന്റെ ഈ വിളി കേൾക്കുമ്പോ അറിയാം എന്നെ കൊണ്ടൊന്ന് കാര്യം സാധിക്കാനുണ്ടെന്ന്. ഒരു പരിപാടി നടക്കൂല, കാരണം ചിറ്റപ്പനൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയും ഉണ്ട്. ആ പറഞ്ഞ ചിറ്റപ്പനൊക്കെ വരുന്നുണ്ടല്ലേ. എന്താണ് സ്പെഷ്യൽ? സ്പെഷ്യല് മണ്ണാങ്കട്ട ചിറ്റപ്പന എന്താ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വരണം. അപ്പൊ പിന്നെ ഇവിടെ വാഗ്വാദങ്ങൾ കൊണ്ട് നിറയില്ല. അത് ഈ പറഞ്ഞ പോലെ അച്ഛനും ചിറ്റപ്പനും നേരിട്ട് കണ്ട പ്രശ്നമല്ലേ. സംഭവം അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ. കളിക്കല്ലേ അച്ഛൻ ചുമ്മാ പോരാറക്കണല്ലേ സംഭവം. ഈ അമ്മ ഇതവിടെ പോയി കിടക്കുക. ഇതുണ്ടാ ഒരു ലോഡ് പാത്രം ഉണ്ട് കഴുകാനായിട്ട്. ഫുൾ ടൈം ജോലി മാത്രമല്ലോ ഇപ്പൊ. അതെങ്ങനെയാ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തില്ലെന്നല്ലേ പറയത്തുള്ളൂ. ചേച്ചി ഇത് പറഞ്ഞു അവിടെ കയറി പോണ്. സംഭവം ശരിയാണ്, നിങ്ങളൊക്കെ അടുക്കള കയറി പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അമ്മ അടുക്കള കയറിയല്ലേ എല്ലാം കഴിക്കാൻ കിട്ടും. അപ്പൊ നമ്മളുണ്ടാക്കിയാലും നീ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയത്തുള്ളൂ. കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്കൊക്കെ പുച്ഛം. അമ്മായി വന്നതിന് ശേഷം ചേച്ചിക്ക് ജോലി കുറവാ. അമ്മായി ഞാൻ ഒന്നും പറയണില്ല. അമ്മായിന്റെ ചങ്കായി പോയി. എനിക്ക് വായത്തൊന്നൊക്കെ വിളിച്ചു പറയണമെന്നുണ്ട്, പക്ഷെ വേണ്ടതങ്ങ് വെക്കും. എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? എടാ എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി മുമ്പിൽ കയറി നിൽക്കോടാ. എന്നിട്ട് പകുതി അമ്മ പറയും ലച്ചുവേ ഇപ്പൊ വരാവേ എന്ന് പറയും. എന്നിട്ട് അവിടെ കുട്ടുപാവിന്റെ അടുത്ത് പോയിരിക്കും. പിന്നെ തുടങ്ങി വെച്ച പണിയും ചെയ്തുകൊണ്ടിരുന്ന പണിയൊക്കെ പകുതിക്ക് വെച്ച് കിടക്കും. എങ്ങനെ 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 അതിന്റെ കാരണം കുട്ടുപാവൻ തന്നെയാണ്. അമ്മായി പിന്നെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. പിന്നെയാണ് നമുക്ക് മനസ്സിലാവണത് ഇത്ര നേരം അമ്മായിനെ ചീത്ത പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന്. ലച്ചുവേ നിന്റെ അടുത്ത് പിള്ളേർ അപ്പോഴേ പറഞ്ഞാണ് നിന്നെ ഒന്ന് തലേക്കേറ്റ് വെക്കുമ്പോഴേ സൂക്ഷിക്കണമെന്ന്. കാരണം ഈ പാല് കൊടുത്ത കൈക്ക് എന്നെ കൊത്തുന്ന ടീമാണ് നീയൊക്കെ. അപ്പൊ ഈ നരുന്നുകളൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ എന്നെ ഇത്ര നേരം സ്നേഹിച്ചോണ്ടിരുന്നത്. വേണ്ട, ഇനി കൂടുതൽ ഡയലോഗ് അടിയൊന്നും വേണ്ട. എനിക്ക് എല്ലാം മനസ്സിലായി. ഇനി ഇവിടെ എങ്ങനെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സൂക്ഷിക്കണം. അല്ലെങ്കിലും എങ്ങനെ തന്നെ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചോണ്ടല്ലോ. ഡേ എന്നെ തലോണിച്ചിക്കണം. കരയണോ? ആ കരഞ്ഞേ അറിയണി. പറഞ്ഞിട്ടാണോ? ഞാൻ ഇനി അമ്മയുടെ ഒരു കാര്യത്തിലും അഭിപ്രായവും പറയാൻ വരില്ല, ഇടപെടാനും വരത്തില്ല. നിർത്തി, ഇതോടെ ഞാൻ നിർത്തി. ഇതിപ്പോ ഞാൻ എന്റെ വലിയ തെറ്റോ ചെയ്തപോലെയാണല്ലോ ഇവിടെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ അറിയാതെ പറഞ്ഞു പോയതാണ്. സോറി. ഓ ശരി, ഇനി ഞാൻ ഒന്നും കേട്ടില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ നിക്കാം. പറയാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കുറെ പറയാൻ കാണും. അവസാനം അത് വലിയൊരു അടിയിലേ കലാശിക്കത്തുള്ളൂ. ഇപ്പൊ ഒന്നാമതേ കൺമണിയും ചിറ്റപ്പനൊക്കെ പറഞ്ഞാണ് അവരുടെ ഫ്രണ്ടിൽ അടി ഉണ്ടാക്കണ മോശമല്ലേ അത്? ഒന്ന് പോടാ, ഞാൻ ഇതൊന്നും മനസ്സിൽ വെക്കാനൊന്നും പോണില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇങ്ങനൊന്നും പറയരുത് അമ്മേ. അത് വിട് വിട്. ഞാൻ പറഞ്ഞ വിഷമെങ്കിൽ സോറി. അബുവിനെ കരയിപ്പിച്ചില്ലേ പോ. ഇതാണ് നമ്മുടെ ലച്ചു ചേച്ചി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനം കാലിൽ പിടിച്ച് ചിരിണ്ട് കൂടി പറ്റിക്കൂടും. പാത്രം കഴുകടാ, പാത്രം കഴുകടാ. ഞാൻ അമ്മേനെ വിളിക്കും. കഴുകടാ. എന്നോട് പറഞ്ഞില്ല. പറ അമ്മേ. കഴിവിടാ കഴിവിടാ പാത്രം. എന്തരമ്മായി? അല്ല നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കി, ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്ന് ഞാൻ എന്തിനു കഴുകടാ. പെട്ടെന്ന് കഴുകടാ. കഴുകാണ് എന്റെ പൊന്നോ. വാരക്കുട്ടിയെ എന്തോന്ന് ചെയ്യണേ? എന്തോ ചെയ്യണത്? ഓ ഒരുവിധം അങ്ങ് എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ല. സുഖം തന്നെ. എന്തൊരു സുഖടേ, വയസ്സായില്ലേ ഇതൊക്കെ അങ്ങോട്ട് അങ്ങനെ തന്നെ. ഇടയ്ക്ക് ഇങ്ങനെ ആശുപത്രിയിലേക്ക് കിടന്നു. ആണോ? ആ. അയ്യോ ശങ്കരണ്ണനാ? ഓ എന്നിട്ടാണ് അത് വെച്ച് ഇങ്ങോട്ട് വന്നേ? അതെന്റെ തെറ്റി ചേട്ടത്തി. ഞാൻ അറിയാതെ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അണ്ണൻ്റെ അടുത്തോട്ട് പോകണം നിങ്ങൾ പറഞ്ഞാന്ന് ചോദിച്ചു. ഉടനെ തന്നെ അവിടുന്ന് വണ്ടിയും പിടിച്ച് നേരത്തിന് വന്നിട്ട് വാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അല്ലേ ഞാൻ അറിഞ്ഞത് തങ്ക ചേച്ചി പറഞ്ഞതാണ് ഇയാൾ ആശുപത്രി കിടന്നു, സുഖമല്ല എന്നൊക്കെ കാര്യങ്ങൾ. ശങ്കരണ്ണ ഇത്രയും വയ്യായിട്ട് എന്തിനാ അത് വെച്ച് ഇങ്ങോട്ട് വന്നേ? എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഇവിടെ വരണമെന്നും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും. മകളെ കൽമണി, നീ എന്ത് വലിയജനെ കണ്ടിട്ട് ഒന്നും ഉണ്ടായിരിക്കുന്നു? അതിപ്പോ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, എന്റെ ഇടയിൽ ഞാൻ എന്താ പറയാ. അങ്ങനെയാണ്. വല്യച്ഛൻ കഴിഞ്ഞ വെച്ചാൽ എന്റെ ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. എൻ്റെ മക്കളെ ഇവിടെ സൈറ്റിൽ പണിയെടുക്കുകയല്ലേ, ഇഷ്ടംപോലെ പണിയില്ലേ, എങ്ങനെ വലിയ പറഞ്ഞത്? അല്ല കൺമണി അവിടെ ഹോസ്റ്റലിൽ കിടന്ന് കരഞ്ഞെന്ന് പറഞ്ഞു, അച്ഛനെ കാണുമെന്ന് പറഞ്ഞു. ഓ കരഞ്ഞുകൊണ്ട് നേരെ അവളെ അമ്മയെ വിളിച്ച്. അപ്പൊ അമ്മ പറഞ്ഞു എന്റെ അടുത്ത് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു. അവള് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്, എന്നാ നീ കടയിലിരി, ഞാൻ പോയി നോക്കിയിട്ട് വരാന്നാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ എന്ത് വേണം? അതെ, അവിടെ കടയടയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒന്നീ ഭാര്യ അല്ലേ ഭർത്താവ്, ആരെങ്കിലും കടയെ കാണും. എന്നെ കട തുറക്കണ്ടേ? അത് എന്ത് പ്രശ്നം വന്നാലും അടയ്ക്കില്ല. വന്ന ഉടനെ തന്നെ എനിക്കിട്ട് കുത്താൻ തുടങ്ങിയല്ല. ഇതല്ലേ ഇവിടെ വരുമ്പോ എനർജി എന്ന് പറയണത് അല്ലേ?
സുരേന്ദ്ര ഓ. അച്ഛനമ്മയൊക്കെ എന്തിരിക്കണു സുഖമായിട്ടിരിക്കണ? ഞാൻ ഇപ്പം ചോദിക്കാൻ വേണ്ടി ആലോചിച്ചതേ ഉള്ളൂ. ആ ശരി ശരി, എല്ലാ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇപ്രാവശ്യം തൂക്കത്തിനെങ്കിലും നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തണമെന്ന് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു. ഇപ്രാവശ്യത്തെ തൂക്കത്തിന് നമ്മളെല്ലാവരും കൂടെ വരും, ഉറപ്പ്. കുറെ കാലം കൊണ്ട് നീ തൂക്കത്തിന് വരണം. അണ്ണാ അതൊരു കാര്യം ഉണ്ടാണ്, എല്ലാത്തിനും കെട്ടിപ്പറിക്കൊണ്ട് വരണ്ടേ, ഭയങ്കര ചിലവല്ല അണ്ണാ. ആ ചിലവെന്ന് വെച്ചാൽ ഒരു തൂക്കത്തിൻ്റെ പൈസ ഈ സംഭവമാണ് ഒരു പ്രാവശ്യം വർണ്ണിച്ച് പോണത്. അതൊക്കെ വല്യമ്മ നോക്കിക്കോളും. വല്യച്ഛൻ വാ വല്യച്ഛ. വല്യമ്മ നോക്കിക്കോണം കേട്ടാ. ഇത് അവിടെ അറിയാലോ എല്ലാവർക്കും. കൺമണി ആ മാമ. ശങ്കരണ്ണ, എന്താ അണ്ണൻ കണ്ട വാടിയ കൂമ്പ് പോലെ ഇരിക്കണേ, ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ലല്ലോ. ഇത് വാടിയ കൂമ്പ. നീ നമ്മളെ പറ്റിയൊക്കെ വല്ലതും അന്വേഷിക്കാറുണ്ടാടേ. വയസ്സായ കാലത്ത് നമ്മൾ വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വരും. അതെന്തോന്ന് വർത്താനം അണ്ണ? അണ്ണൻ ഇവിടെ വലിഞ്ഞു കയറി വരേണ്ട ആളാണ്. അണ്ണനെ കൂടെ വീടല്ലേ ഇത്? അണ്ണ പിന്നെ അല്ലാതെ ഗൗരിയെ എന്തോ എന്തൊക്കെയുണ്ട്? സുഖം. ചേച്ചിയും കൂടെ കൊണ്ടുവരാതെന്ത്? അവക്ക് ഒന്നാമത് യാത്ര ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. അതല്ല, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ തലവേദനയായി ഛർദിലായി 2-3 ദിവസം അങ്ങനെ അങ്ങ് പോകും. തന്നെടേ, അവളെ അമ്മയും പരിപാലകളും എല്ലാം കൂടെ ചേർന്ന് 1 മാസം വരെ ടൂർ പോയാലും അവർക്ക് ഛർദിലും ഇല്ല, ഒരു പുണ്ണാക്കും ഇല്ല. അല്ലെങ്കിൽ എനിക്കിത് വേണം. കയ്യിരിക്കുന്ന പൈസയും കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങണതാണല്ലോ എൻ്റെ സ്വഭാവം. എന്താടാ എന്നെ പട്ടിന്നാണ് അല്ല ഞാൻ നിങ്ങളെ പറഞ്ഞതല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, രൂപമ്മ പറഞ്ഞത്. എന്തൊരു പറഞ്ഞ കടിക്കുന്ന പട്ടി എന്ന് പറയുമ്പോൾ പറ്റിയാര്? ഞാനില്ലടാ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ ഒരു അങ്ങനെയാണ് പറയാം, വിട്. നീ ആവശ്യമില്ലാതെ കാര്യം ആ പിന്നെ ഇവിടെ പോട്ടെ, അത് ഇനിയിപ്പം പറഞ്ഞൊരു കാര്യമില്ല, പോട്ടെണ്ണ. ചിരിക്കണം, നിഷ്കളങ്കമായ ചിരിയണ്ടേടാ. പിന്നല്ല ഇവിടെ വരുമ്പോ അണ്ണ അടിച്ച് പൊളിക്കൂലേ. എനർജി ആയല്ലേ? അല്ലണ്ണാ, ശങ്കരണ്ണ വേണമെന്നുണ്ടെങ്കിൽ പട്ടിയാവും പൂച്ചയാവും. ഇടയ്ക്കിടയ്ക്ക് അണ്ണ ഇവിടെ വരണം, തങ്കം ചേച്ചിക്ക് അവിടെ ഒരു സമ്മാനം കിട്ടും. ചായ എടുക്കട്ടെ? കട്ടൻ ചായ ഒന്നും വേണ്ട മക്കളെ. എല്ലാം നിർത്തി. എല്ലാരും കൂടെ ചിരിച്ചോണ്ടിരിക്കാതെ വന്ന് കേറിയവർക്ക് വല്ലതും കഴിക്കണ്ടാ? ആ എടി ചോറെടുത്തോറേ. ചോറാ? ചോറൊക്കെ പണ്ട്. എനിക്ക് വല്ലതും ഓർഡർ ചെയ്തതാ. ആ ഡേ കൊച്ചിന് ഓർഡർ ചെയ്തോളൂ, എന്താന്ന് വെച്ചാ. വല്യച്ഛ വാങ്ങിച്ചെന്നാ മതി. ആ വാങ്ങിച്ചോട്. എടാ നീ വാങ്ങിച്ചു കൊടുക്ക. അല്ല, അവള് വലിയച്ഛൻ്റെ അടുത്തല്ലേ പറഞ്ഞത്. എടാ അച്ഛനോളം വരൂടാ വലിയച്ഛായി. വരും, ഇവിടെ നിൽക്കുമ്പോൾ വരും. വരും. വല്യച്ഛ വാങ്ങിച്ചതാ. ആ വാങ്ങിച്ചു തരാം. ചെല്ല്, പോയിക്കോ. ഗൗരി വാ. ആ അയ്യോ പോയി. നീലു ആ. ഏത് സമയം ആ പറഞ്ഞുതരാം. പിള്ളേരെ ഇങ്ങനെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞുതരാം. സുരേന്ദ്ര, ഓ നമ്മുടെ ശ്രീകുട്ടനെ ആ ഗൾഫിൽ പോയി കുറച്ച് കാശൊക്കെ കൊണ്ട് വന്നല്ലേ, അപ്പം എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറഞ്ഞു. കാരണം നിനക്കിത് വലിയ എക്സ്പീരിയൻസ് ആണല്ലോ, കുറച്ച് ടിപ്സൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമല്ലേ. കറക്റ്റ്. ഏയ്, ഇപ്പോൾ സുരേന്ദ്രൻ്റെ കടയുണ്ടല്ലേ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ വളർന്നു വരേല്ലേ. വളർന്ന് പന്തലിക്കണത് നമ്മളാരും അറിയണില്ല അല്ലേടാ സുരേന്ദ്ര. ഞാനിവിടെ ഇരുന്നാ ശരിയാവൂല, ഞാൻ പോണം. അവിടെ ഇരിടാ. പിന്നെ അങ്ങേര് ഈ വായി തോന്നനൊക്കെ വിളിച്ചു പറയുമ്പോ നീ എന്തിനാ അപ്പാ പെണീറ്റ് പോകാൻ പോണേ? അത് 10 കാശ് കൈ വന്നതിന് ശേഷം അവ നമ്മളത് വെട്ടത്തിരിക്കൂല. ആടാ, കാശിങ്ങനെ പൂ തൊലഞ്ഞിങ്ങനെ കിടക്കല്ലേ നിന്റെ ഒക്കെ വെട്ടത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നീ കിടന്ന് അലക്കാടാ സുരേന്ദ്ര. ഒന്ന് ചുമ്മാ ഇരളിയാ. ഒരു കാര്യത്തെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമായിട്ട് ആലോചിക്കാൻ കൂടി സമ്മതിക്കില്ല. നീ കുറെ നാളുകൊണ്ട് ആലോചിക്കണം, എന്നിട്ട് കാര്യമായിട്ട് നടന്നില്ലല്ലേ. എടാ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കൂലെന്ന്. ആര് പറഞ്ഞേ? ഒരുപാട് ആലോചിക്കണം. ഒരു ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അത്ര ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ചിലപ്പോൾ ലാഭം വരാം, ചിലപ്പോൾ നഷ്ടം വരാം. ഇതൊക്കെ നമുക്ക് സഹിക്കാനുള്ളൊരു മനഃശക്തി ഉണ്ടാക്കി എടുക്കണ്ടേ? പെട്ടെന്ന് അങ്ങ് ചടിക്കരങ്ങ് തുടങ്ങിയാൽ മതിയാ. ഇവിടെ കുറെ തുടങ്ങി പോയതാണല്ലോ. കറക്റ്റ്. നമ്മുടെ കാളപ്രഭാരൻ്റെ മോനെ കോടിക്കണക്കിന് വസ്തു ഉണ്ടായിരുന്നു, അത് വിറ്റാലിട്ടാ അവൻ ബിസിനസ് തുടങ്ങിയത്. എല്ലാം പൊട്ടി പാരീസായി. ആ തുടങ്ങിയല്ലേ പഴയ കഥകൾ പറയാൻ. എടാ ശ്രീകുട്ടായി, ഒരു പല കാര്യങ്ങളും പറയും. നീ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ കേട്ടാ, എല്ലാ കാര്യങ്ങളൊന്നും തലക്കെടുക്കല്ലേ. തലക്കെടുക്കല്ലേ? എടേ എന്ത് നീ പറഞ്ഞ മാത്രം കേട്ടാ മതിയാ എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറയണ എല്ലാ കാര്യങ്ങളും എടുക്കല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ള കാര്യങ്ങൾ ഇടറേ. എന്തായാലും എൻ്റെ മാത്രം തീരുമാനത്തിൽ ഞാൻ ഒന്നും ചെയ്യൂല. അളിയൻ്റെയും കൂടെ തീരുമാനത്തിൽ എന്തെങ്കിലും ചെയ്യും. എന്ത് പറഞ്ഞാലും അളിയൻ വേണം. അളിയനെ മനസ്സിൽ നിന്ന് കളയളിയാ. അളിയ 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 മക്കളെ പോയി എല്ലാവരും കൂടെ. ചിപ്സ് കഴിച്ചാ? മാക്സിമം കഴിച്ച്. മാക്സിമം കഴിച്ചാ? എന്നാ കുറച്ചും കൂടെ കഴിച്ചു വന്നു. ഇരിക്കി.
നീ എന്തിനാണ് അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നാ? ആ നാട്ടിലോട്ടുള്ള വഴിയൊക്കെ മറന്നാ? അല്ല എന്നെ കൂടെ കൊണ്ടുപോടാ, എനിക്ക് വഴി അറിഞ്ഞൂടാ, എന്നെ കൂടെ കൊണ്ടുപോടാ. അല്ല പിന്നെ ഞാൻ ഇത് കിണിക്കണത്. പിന്നെ ചിരിക്കാതെ നീ എന്തൊരു ചോദ്യം ചോദിച്ചേണ്ട അടുത്ത്. അപ്പം അങ്ങോട്ട് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചത്. അങ്ങനെയാണോ ചോദിക്കാനുള്ളത്? പിന്നെ എങ്ങനെ ചോദിക്കണം? നീ എന്തടേ അങ്ങോട്ട് വരാത്തല്ലേ ചോദിക്കാൻ? കിടന്നാ ചോദിക്കാനുള്ളത്. പാടാ എൻ്റെ ജോലി ചോദിക്കും. വല്യമ്മ, എന്റെ അടുത്ത അവധിക്ക് നമുക്ക് എല്ലാവരും കൂടെ നെയ്യാറ്റിൻകര പോയാലോ? തീരുമാനം ഇപ്പം എടുക്കണ്ട, നമുക്ക് അന്നത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അപ്പം തീരുമാനിച്ചാൽ പോരെ. എനിക്ക് നെയ്യാറ്റിൻകര കാണണം. ചേട്ടൻ പറഞ്ഞു എനിക്ക് അവിടുത്തെ മുക്കുമൂല എല്ലാം അറിയാം. ഓ ചേട്ടൻ അവിടുത്തെ മുക്കും മൂലയൊക്കെ മറന്നു. ഓ ഇനിയിപ്പോ നിങ്ങൾ തുടങ്ങി. ശ്രീകുട്ടാ വേണ്ട ഇവിടെ ഒട്ടി. ഏയ് ഇവര് വന്നില്ലെങ്കിൽ വരണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് നേരിട്ടെങ്കിൽ വാ, നമുക്ക് 2-3 ദിവസം അവിടെ നിന്ന് അടിച്ച് പൊളിക്കാം. ഓ ചെന്ന് കയറിക്കോട്ടും. എടാ നിങ്ങൾ ചെല്ലുമ്പോൾ കടക്കാത്ത കയറിയിരിക്കണേ, വേണേ നിങ്ങളെ പിടിച്ച് കടക്കാത്തിരിക്കും. കട പൂട്ടാൻ നേരത്ത് കുറെ അഴിയോ പലചരോ കാര്യങ്ങളൊക്കെ കിടന്നിട്ട് കൈ തന്നിട്ട് നല്ല ബില്ലും ഇട്ട് വരും. എന്നാടേ ഞാൻ കഴുത്തറത്തൊന്നുമല്ല പൈസ വാങ്ങണം കേട്ടാ, ഉമ്മ എപ്പോഴും. സുരേന്ദ്ര അളിയ, നമുക്ക് കുറെ കമ്പനികളുടെ സാധനങ്ങളൊക്കെ ക്രെഡിറ്റിന് കിട്ടുമല്ലേ? പിന്നെ അല്ലാതെ. നീ ഇവിടെ ഇരിക്കേ, അതെല്ലാം നമുക്ക് സെറ്റാക്കാം. ആദ്യം നീ എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്ക്. ഡേയ് ഭവാനികളൊന്നും ചോദിക്കാൻ നിൽക്കല്ലേ, എന്നാ അവള് കുറി പറയും. ആ എന്തത്? അവള് കുറി പറയൂന്ന്. കുറി പറയാന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുമെന്നാണ് അണ്ണ പറയണത്. അത് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ അല്ല, എന്തെങ്കിലും സംസാരിക്കുമോ? അമ്മ പറഞ്ഞില്ല, ഒരു സമാധാനം ഇല്ലല്ലേ അണ്ണന്? എനിക്ക് ഭവാനി ഇല്ലാത്തതുകൊണ്ട് എന്തിനാ പോലെ. അമ്മയും ശങ്കരാമനും കൂടി നല്ല രസമാ. എനിക്കാണെങ്കിൽ മാമിയെ കാണാൻ കൊതിയാണ്, ഇത്ര നാളായി കണ്ടിട്ട്. അയ്യോ ഡേയ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ പടവലത്ത് പോവാം. എന്ത് വാ. പോകുമ്പോ എന്റെ അടുത്തും കൂടെ പറയണേ, എങ്ങനെയെങ്കിലും അവധി എടുത്ത് വരാൻ നോക്കാം. എന്തോന്ന് എങ്ങനെയെങ്കിലും അവധി എടുത്ത് പോവാന്നാ? പൈസ കൊടുത്താണ് പഠിപ്പിക്കണത് കേട്ടാ, മര്യാദയ്ക്ക് പോയിക്കോളാം പഠിക്കാൻ. അവധി എടുത്ത് പോവാൻ നിൽക്കുന്നു. മോക്ക് അവധി ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി, കുട്ടിമാൻ കൊണ്ടുപോവാ. മക്കളെ കൺമണി, ഓ മക്കള് പഠിച്ച് ജോലിയെ കിട്ടുമ്പോഴേ ഒരുപാട് ശമ്പളമൊക്കെ കിട്ടും. അപ്പം പഠിപ്പിച്ച കാശ് മൊത്തം എൻ്റെ അച്ഛൻ അടിച്ചു മാറ്റാൻ നോക്കും, കൊടുക്കരുത്. അണ്ണാ സമ്മതിക്കണോടാ നിന്നെ. ഓ ചേച്ചി, ഓ പറമോനെ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്താണ്? അളിയൻ പറഞ്ഞത് ഗൗരിയായിട്ടും കൂടി ഞാൻ സംസാരിച്ച് ആ നമ്മൾ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് നന്നായിരിക്കും അല്ലേ? പിന്നെ സൂപ്പർ മാർക്കറ്റ് നല്ലത് തന്നെയല്ലേ, എല്ലാ ദിവസവും ആവശ്യമുള്ള സാധനങ്ങളല്ലേ അതിനകത്തുള്ളത്, പെട്ടെന്ന് ബിസിനസ് നടക്കും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കട എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ചെറിയ ഇട റോഡിലൊന്നും എടുക്കരുത്, നല്ല ജംഗ്ഷൻ നോക്കി എടുക്കണം, ഇല്ലേ? അത് വേണം. അങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, വാടക അഡ്വാൻസും കൂടും. വാടക അഡ്വാൻസ് എന്തായാലും ജംഗ്ഷൻ ആകുമ്പോൾ കൂടും. ഇതാണ് ശ്രീകുട്ടാ. അല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം, അവിടെ വെച്ച് ചർച്ച ചെയ്ത കാര്യം. ഏത്? സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, അതിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ആണാ? താല്പര്യം തുടങ്ങണമെന്നേ, വരുമ്പോലാകണം നമുക്ക് നോക്കാം അല്ലേ? എന്താണ് എല്ലാരും കൂടെ? എന്തടേ ഞാൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അണ്ണന്റെ കാര്യമല്ല, പിള്ളേരുടെ കാര്യം പറഞ്ഞു. അല്ല മാമ, പൊതുവെ ഇതേപോലത്തെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുമ്പോഴേ എന്നെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. കാരണം എൻ്റെ അഭിപ്രായങ്ങൾ കുറച്ച് വാല്യൂബിൾ അസറ്റ്സ് ആണ്. കണ്ട ബാലുവിൻ്റെ അച്ഛനാണ്. നമ്മളാരും വിചാരിക്കും പോലെയല്ല, പിന്നെ പിടിച്ചാൽ പിടി കിട്ടൂല. ആ അല്ലടാ. അറിയാ, നമ്മളിപ്പോ ഷോപ്പ് തുടങ്ങാൻ പോണില്ലേ? ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റ് കാണുമല്ലോ നമുക്ക്, ഇത്ര രൂപ ആവും എന്നുള്ളത്. അതിൻ്റെ ഒരു 25% അധികം നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം, കയ്യിലുണ്ടായിരിക്കണം. കാര്യം നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് വരുമ്പോൾ പൈസ കൂടുതലാവും, അപ്പോഴും കിടന്ന് ഓടാൻ പാടില്ല. അത് എനിക്കുള്ള അനുഭവമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാണ്. കുട്ടുമാമൻ എന്ത് തുടങ്ങിയാലും നല്ല പോസിറ്റീവ് തോട്ടോടെ തുടങ്ങണം. നമ്മളെല്ലാരും കുട്ടുമാമന്റെ കൂടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ കുട്ടുമാമൻ പുതിയ സംരംഭം തുടങ്ങിയെന്ന് വെച്ചോ, ഞാൻ കൂടെ ഉണ്ടാവും അവിടുത്തെ സ്റ്റാഫായിട്ട്. ഓ തീരുമാനമായി. എന്താടാ? എടാ ശ്രീകുട്ട, നീ എൻ്റെ പിള്ളേ പോലെയാണ് നിന്നെ ഞാൻ കാണേണ്ടത്. എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. അണ്ണൻ ധൈര്യമായിട്ട് പറയണം. നീ തീരു പറയും പോലെ എല്ലാ കാര്യങ്ങളും കേൾക്കണം. അപ്പം ബാലു പറയും പോലെ നീ കേട്ടുകളല്ലേ, കേട്ടാ നിന്റെ കട്ടയും പടവും പടങ്ങും ഞാൻ പടത്തില്ലാന്ന് വേണ്ട. ആ ഇതാണ് അണ്ണ വലിയ കാര്യമായിട്ട് പറഞ്ഞത്. ഇത് നമ്മളെല്ലാരും പറയണ കാര്യമല്ലേ. എന്തായാലും അളിയ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞത് കുറച്ച് നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അതാണ് അച്ഛൻ ഐഡിയയുടെ ഒരു കടലാണ്, മുങ്ങി തപ്പിയ മുത്തും ഭവ്യവും ഒക്കെ കിട്ടും. നേർക്ക ദൈവനുണ്ടല്ലോ,
ഇവൻ ഒരുത്തനാണ് അങ്ങനെ ഇങ്ങനെ ആക്കി മാറ്റിയത്. കടലാണ് പോലും അച്ഛൻ. എന്റെ പൊന്നു മക്കളെ, നിനക്ക് വേണ്ടി വച്ചിരുന്നല്ലോ ഇതിനെയൊക്കെ. പറയാൻ പോലെ അണ്ണ എവിടെ? അല്ലെങ്കിൽ ആരെങ്കിലും മാറി നിന്ന് സംസാരിച്ച ഉടനെ ഇങ്ങ് വരണാണല്ലോ, ഇപ്പൊ കാണാനില്ല. ഞാനത് ആലോചിച്ച് കണ്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അച്ഛൻ അറിയാതെ ഇവിടെ ആര് കരിക്കുള്ള നീക്കിയാലും പിന്നെ ഇവിടെ നടക്കുന്നത് വേറെ ലെവല് സംഭവമായിരിക്കും. ഒരു ഇല വീഴുന്ന അവറി. പക്ഷെ ഇത്രയും കുടുംബസ്നേഹമുള്ള വേറെ ആരുണ്ട് അപ്പൂപ്പ? ആരുമില്ല. ചേച്ചി പറഞ്ഞ ശരി തന്നെ കേട്ടാ. ആ മനുഷ്യന് തൊലക്കണം ഇവ ഒരൊറ്റ ഒരുത്തനാണ്. ഞാനും പറഞ്ഞടാ, ശ്രീകുട്ട പൈസ ഒന്നും കൊടുക്കല്ലേ. ഇവിടെ ആർക്ക് വേണം പൈസ? അപ്പൂപ്പ ഞാനും പറഞ്ഞു. ശ്രീകുട്ടന് ഉടനെ എന്തെങ്കിലും തുടങ്ങണം. കുറച്ച് മാസമായില്ലേ വന്നിട്ട്. ഇതിപ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. തീരുമാനം എടുക്കേണ്ട അവയല്ലേ. പക്ഷെ എനിക്ക് ഉറപ്പാണ് കുട്ടോൻ എന്ത് തുടങ്ങിയാലോ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം. അതൊക്കെ ശരിയാ, നല്ല ബുദ്ധിയുള്ള പയ്യനാ. അതുപോലെ നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യും. പിന്നെ കള്ളത്തരമൊന്നും ഇല്ലല്ലോ, പാവം. ചായ എടുക്കണ നിനക്ക്? ഓ, എന്തിവിടെ ഇരിക്കണ? ഒന്നുമില്ല. അങ്ങോട്ട് എനിക്ക് പോ, അവിടെ എല്ലാം നിക്കല്ലേ. ഇവിടെ എന്ത് കാര്യം? എന്ത് നേരത്തെ ചർച്ച ചെയ്ത കാര്യം പിന്നെ ചർച്ച ചെയ്യാനാണോ? എല്ലാരും ഇപ്പൊ അവിടെ ഉണ്ടല്ല, ഇപ്പൊ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. പ്രത്യേകിച്ച് സുരേന്ദ്ര അളിയും കൂടെ നിൽക്കുന്ന ഫീൽഡല്ലേ. അത് ശരി തന്നെ. പക്ഷെ കുറച്ചുകൂടെ ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അത് വേണ്ടി വരും. ഇനി ലോൺ എടുക്കേണ്ടി വന്നാൽ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷേ എന്ത് തീരുമാനം എടുക്കണമെന്ന് ചേച്ചിയുടെ കൂടെ സംസാരിച്ചിട്ട് എടുക്കാം അല്ലേ? സംസാരിക്കാം. എന്ത് കുട്ടുമാമ ഇവിടെ ഇരിക്കണേ? ഞാൻ വന്നിട്ട് നിങ്ങളെ കാണാല്ലേ ഞാൻ വന്നേ. മക്കളെ സോറി കേട്ടാ, കുട്ടോനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു, സംസാരിക്കാനുണ്ട്. മകൾ ഇവിടെ ഇരി, സംസാരിച്ചോണ്ട് ഈടെ പോരാ. അമ്മായി, ഓ കൺമണി ചേച്ചിക്ക് മുട്ടായി ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. എടി കള്ളി, നിനക്ക് മുട്ടായി വേണം. അപ്പൊ ഉണ്ടാക്കിയ ഐഡിയ അല്ലേ ഇത്? കേട്ടാ, എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇവക്ക് അധികം മുട്ടായി ഒന്നും കൊടുക്കരുതെന്ന്. എന്നും റൂമിൽ വന്നിട്ട് മിഠായി വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കും. പ്ലീസ്. ഇന്ന് തരാം, പക്ഷെ നാളെ തരൂല. അത് നാളത്തെ കാര്യമില്ല. ആഹാ, കൊള്ളാല്ലേ. നൈസിലെ റൂമിൽ അതിക്രമിച്ച് കയറിയിരുന്ന് ചോക്ലേറ്റ് തിന്നണ. കേശു മുട്ടായി ഒന്നും ചോദിക്കല്ലോ. എപ്പൂ വേണ്ട, കഴിച്ചോ. മായി, കുട്ടിമാമൻ എന്താണ് ഭയങ്കര സീരിയസ്? ആശാന്റെ തലയിൽ ആ ബിസിനസിനെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? ഓ, കുറച്ച് ദിവസമായിട്ട് അതിന്റെ ടെൻഷനിലാണ്. ഇപ്പൊ കിടക്കുമ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ട് കിടക്കും. അമ്മായി, എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഇതധികം വലിച്ചു നീട്ടണ്ടെന്നാണ്. ഇതിപ്പോ നിന്റെ അഭിപ്രായം മാത്രമല്ല, എല്ലാവരുടെ അഭിപ്രായം അതൊക്കെ തന്നെയാണ്. പക്ഷേ ഫണ്ടിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, അതാണ് പ്രശ്നം. നടക്കേണ്ട കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടക്കുവാണെങ്കിൽ ഫണ്ടൊക്കെ അങ്ങ് താനേ വന്നോളും. അല്ല, നമ്മളെല്ലാരും കൂടി ഇവിടെ ഇരിക്കുന്നതിന് പോരെ അവിടെ കൊടുമ്പിരി കൊണ്ട് ചർച്ച നടക്കാണ്. അങ്ങോട്ട് പോവാ. ഇവിടെ പോളോ അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നിന്ന് അതിന്റെ ഇടയിൽ കയറി പോയി നിന്നോളൂ. നിനക്ക് എന്താ പ്രശ്നം? എന്തുവാ എന്തോന്ന് കേശു ഇത്? വളർന്ന് കല്യാണം കഴിക്കാറായി, എന്നിട്ടും പണ്ടത്തെ പോലെ തന്നെ. നല്ല ഒത്ത തടി, പണ്ടത്തെ പോലെ ചെവകനാക്കി 2 തട്ടാടേ. എന്തിനി? ചുമ്മാ കണ്ടപ്പോ ഒരു കൊതി. എന്നാ പിന്നെ 4 എണ്ണം കൊടുക്കും, എന്നിട്ട് 2 ആക്കണേ. എന്നാ പിന്നെ 2 പഞ്ഞിയും കൊടുത്ത് മൂക്കി കെട്ടിട്ട് മാലയും കൂടെ ഇട്ടതാ. മിക്കവാറും അതിവിടെ നടക്കും. ശ്രീകുട്ടോ, ഓ, ആദ്യം കട എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുള്ളത് തീരുമാനിക്കണം. എങ്കിലേ നമുക്കതിന് അഡ്വാൻസ് എത്ര, മാസ വാടക എത്ര എന്ന് മനസ്സിലാവുള്ളൂ. എന്നാലേ മുന്നോട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ കടയിലെ നിറച്ച് സാധനങ്ങൾ വേണം, എന്നാലേ കടക്കൊരു നിറം ഉണ്ടാവുള്ളൂ. പക്ഷേ ടോട്ടൽ എത്ര വേണ്ടി വരും? നമുക്കൊരു എസ്റ്റിമേറ്റ് ഇട്ടായിരുന്നെങ്കിൽ അതനുസരിച്ചിട്ട് നീങ്ങായിരുന്നു. ഇപ്പൊ ലക്ഷങ്ങൾക്കും കോടിയേക്കൊന്നും ഒരു വിലയില്ലടേ. ലക്ഷങ്ങൾക്കും കോടിയേക്കും വിളയില്ല, വഴി കിടക്കയില്ലേ, എടുത്താ പോരെ. കടയ്ക്ക് കുറച്ച് വലിപ്പം വേണം, കണ്ടാൽ നീറ്റായിരിക്കണം. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ വർക്ക് കാര്യമായിട്ട് ചെയ്യേണ്ടി വരും. നന്നായിരിക്കും. അണ്ണാ, നിങ്ങൾ വയ്യാത്തല്ലേ, പോയി പോയി കിടക്ക് പോ. നീ എന്നെ കിടത്തി അടങ്ങൂടാ. നിങ്ങൾ ചുമ്മാ ചർച്ച വഴിതിരിച്ച് വിട. ചേച്ചി, ഓ, നീ വന്നാണ്. എന്ത്? നീ ഇവിടെ നില്ലല്ലേ, സംസാരം മാറിപ്പോവും. നമ്മൾ കാതലായ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സുരേന്ദ്രൻ കയറി ഇടംകോലിട്ടിട്ട് സംസാരത്തിന് ദിശ തിരിച്ചു വിട്ടുള്ളതാണ്. സുരേന്ദ്ര, ഇത് നിന്നെ പോലെ ചെറുകിട വ്യാപാരമല്ല, ഇത് കുറച്ചൊരു വിപുലമായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ്, വേറെ തെറ്റായിട്ട് പറഞ്ഞല്ല. വിപുലമായിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെ തുടങ്ങണമെങ്കിൽ ഇപ്പം അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്, അഡ്വാൻസ്, പിന്നെ സാധനങ്ങൾ ഇറക്കണത് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 1 CR. 1 കോടിയാ?
ആ 1 കോടി ആവും എന്തായാലും. അതിപ്പോ ഇവൻ്റെ ഉണ്ടല്ലോ കുറച്ച് പൈസ ഇല്ലേ? അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, പിന്നെ നമ്മൾ അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എല്ലാവരും കൂടെ കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 65 ഉണ്ട് അല്ലേ? 65. അപ്പൊ അല്ല, നമ്മുടെ ഷെയറിന്റെ ഭാഗമായിട്ട് നീ ഒരു 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അത് ഷെയർ ആണോ? അപ്പൊ നമുക്ക് 1 കോടി ടോട്ടൽ 1 കോടി. കുട്ടുമാമൻ ധൈര്യമായിട്ടേരി. ഇപ്പൊ എല്ലാം കൂടെ ചേർത്ത് ഒരു 75 ഇല്ലേ? ഇനി ഒരു 25 കൂടെ. അത് നമുക്ക് സിദ്ധുവിനെ വിളിച്ച് സെറ്റ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണാണല്ലോ. ശ്രീകുട്ടാ, ബാങ്കിൽ കിടക്കുന്നതും കയ്യിലെ സ്വർണ്ണമായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ. പോരട്ടെ. വർഷങ്ങളായിട്ട് പൂഴ്ത്തി വെച്ചേക്കണ പൈസ കഴിഞ്ഞ് പോരട്ടെ. അല്ല മക്കളെ, ഡേയ് നീ ധൈര്യമായിട്ട് തുടങ്ങും. അവസാന നിമിഷത്തിലേക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. പോരെ? ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ നോക്കിട്ടാ, നമുക്ക് പടവലത്ത് ഇഷ്ടംപോലെ സ്ഥലമില്ലേ? ഏതെങ്കിലും ഒരു പ്ലോട്ട് എടുത്ത് അങ്ങ് വിറ്റാ പോരെ? പക്ഷെ അത് വേണ്ട ചേച്ചി. അയ്യ എൻ്റെ അയക്കി അതവിടെ തന്നെ കിടക്കട്ടെ, അനക്കരുത്. പടം ഇഷ്ടം വളരെ മോത്തണ്ടോ. അല്ല വേണ്ട, പണയം വെച്ചാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ആധാരം എടുത്ത് പണയം വെച്ചാൽ നമ്മളെ കാര്യം ഭംഗിയായിട്ട് കിടക്കും. ചെറിയൊരു ബാധ്യത ഇരിക്കട്ടെടാ. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ ഒരു ചൂടുണ്ടാവുള്ളൂ. എടാ ഇതൊക്കെ എന്തിനാണ്? എടാ ശ്രീകുട്ട, ഇതിനെപ്പറ്റി ഒന്ന് വലുതായിട്ടൊന്നും ആലോചിക്കണ്ട. എൻ്റെയും നീലുവിൻ്റെയും പേര് രാഘവൻ 80 സെന്റ് സ്ഥലമില്ലേ? അതുകൊണ്ട് ബാങ്ക് എറി നീലത്തിൽ പറയണം. ശ്രീകുട്ടാ, ഇനി ഒന്നും നോക്കാനില്ല. നീന്താ അറിയാന്നുള്ള വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ നീന്തി കരയെ കയറും. ധൈര്യമായിട്ട് ഇറങ്ങ. ഇനിയിപ്പോ എത്ര നീന്താ അറിയാന്നുള്ളവരും ചുഴിക്കകത്ത് പെട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കറ് കയറും. എന്തരടെ അണ്ണ, നീ തമാശ വിടും. തമാശ നിർത്തി. ശ്രീകുട്ട, എന്തിനും ഏതിനും അളിയാൻ കൂടെ ഉണ്ടാവും. നീ തീർത്തൊരു വാക്ക് പറഞ്ഞാൽ മതി. പറോട്ടു മാമ. അപ്പോഴേ ഇപ്പോഴെന്തായാലും നമ്മൾ നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സൂപ്പർ മാർക്കറ്റിന് പേര് വേണ്ടേ? അത് വേണം. സൂപ്പർ മാർക്കറ്റിന്റെ കയ്യടി ചേച്ചി. കൂട്ടപ്പിള്ളേരെ വള എന്തോന്നറിയാം. പറയട്ടാ പറയട്ടാ പറയട്ടാ. പടവലത്ത് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പടവലത്ത് സ്റ്റോർ. അങ്ങനെ കേസ് കൈയിടാ. പടവലത്ത് സൂപ്പർ മാർക്കറ്റ്.